സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കും. ആണവ നിലയം എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്നതിനുള്ള പഠനം KCB തുടങ്ങിയെങ്കിലും അത് എളുപ്പത്തിൽ സാധ്യമാകില്ലെന്നാണ് വൈദ്യുത മന്ത്രിയുടെ നിലപാട്. ജലവൈദ്യുത പദ്ധതികൾ പോലും ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണുള്ളത്. വൈദ്യുതി പ്രതിസന്ധി ജലവൈദ്യുത പദ്ധതികൾ പ്രയോജനപ്പെടുത്തി മറികടക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. 60 മെഗാവാട്ടിന്റെ പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയും 40 മെഗാവാട്ടിന്റെ തൊട്ടിയാർ പദ്ധതിയും യാഥാർത്ഥ്യമാകുന്നതോടെ 100 മെഗാവാട്ട് വൈദ്യുതി അധികമായി ലഭിക്കും. ഇതോടെ വൈദ്യുതി കമ്മിയും വൈദ്യുതി നിരക്കും കുറയ്ക്കാനാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇടുക്കിയിൽ ഇപ്പോൾ പ്രോജക്റ്റ് വന്നാൽ 15 പൈസയെ വരുള്ളൂ ഒരു യൂണിറ്റിന്. നമ്മൾ പുറത്ത് മേടിക്കുന്നത് 15 ഉറുപ്പികയാണ്. നമുക്കാണെങ്കിൽ ധാരാളം വെള്ളം സാധ്യതയുണ്ട്. 3000 TMC വെള്ളമുണ്ട്. നമ്മൾ ഇലക്ട്രിസിറ്റിക്കും കൃഷിക്കും കൂടി 300 TMC ഉപയോഗിക്കുന്നുള്ളൂ. പള്ളിവാസൽ, ഇടുക്കി ഡാം, മൂലമറ്റം പവർ ഹൗസ് എന്നിവിടങ്ങളിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി സന്ദർശിച്ചു. 300 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പദ്ധതികൾ വൈകുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും സബ്ജക്ട് കമ്മിറ്റി അംഗമായ പ്രതിപക്ഷ MLA അൻവർ സാദത്ത് പറഞ്ഞു. ഇത്ര വർഷക്കാലം ഇത് ഡിലേ എന്താന്ന് വെച്ചാൽ അതിന് സമഗ്രമായ അന്വേഷണം തന്നെ വേണം. ശരിക്കും ഇതിൻ്റെ പുറകിൽ ആരും അദൃശ്യ ശക്തികളുണ്ട്. കാരണം ഇത് സമയബന്ധിതമായി തീർന്നാൽ ചില ശക്തികൾക്ക് അതിന് സാമ്പത്തികമായ നഷ്ടമുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നത്. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളുടെ വിവരശേഖരണം നടത്തി വിശദമായ റിപ്പോർട്ട് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി സർക്കാരിന് സമർപ്പിക്കും. 24 തൊടുപുഴ.